ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഇതാ കാപ്പി കുടിക്കാനുള്ള പരിപാടിയൊക്കെയാണ്. അപ്പോൾ 2 ഗ്ലാസ്സിലെ പഞ്ചസാരയും കാപ്പിപ്പൊടിയൊക്കെ എടുത്തിട്ട് ഇതാ തിളച്ച വെള്ളം എടുത്ത് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ കാപ്പി കുടിക്കുന്നൊരു ശീലം എനിക്കും എൻ്റെ ഇക്കാക്കും ഉണ്ട്. അതത്ര നല്ല ശീലം അല്ലെങ്കിലും കുറച്ച് മധുരം കുടിക്കാതെ രാവിലത്തെ ഒരു എനർജി ഇങ്ങോട്ട് വരില്ല കേട്ടോ. അപ്പോൾ ഞാനും ഇക്കായും കൂടെ രാവിലെ ഇതാ ഈ സിറ്റ് ഔട്ട് ഇരുന്നിട്ടാണ് ഇങ്ങനെ കാപ്പിയൊക്കെ കുടിക്കുന്നത്. ഞാൻ ദാ ഊഞ്ഞാലിരിക്കും, ഇക്ക അവിടെ കസേരയിരിക്കും. പക്ഷേ ഇന്നിതാ അടിപൊളി മഴയും കാറ്റും, അവിടെ ഇരിക്കാൻ ഒരു വഴിയില്ല, മൊത്തം നനയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അകത്തിരുന്ന് കുടിച്ചു. പിന്നെ ഇക്കാക്ക് പെട്ടെന്ന് ഇക്കാടെ നാട് വരെ പോകേണ്ട ഒരു അത്യാവശ്യം വന്നതുകൊണ്ട് കാപ്പിയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കണം കേട്ടോ. ഇന്ന് ചപ്പാത്തി മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ നടന്നില്ല. അപ്പം ഞാൻ എന്താ പെട്ടെന്ന് മാഗി ഇരിപ്പുണ്ടായിരുന്നു, മാഗി റെഡിയാക്കി കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഒരു സവാള, ഒരു തക്കാളി നല്ല വാട്ടിയതിന് ശേഷം കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇത്ര ഇട്ടിട്ട് ഇതാ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് തിളയ്ക്കാനായിട്ട്. ഞാൻ എപ്പോഴും മാഗിക്ക് ഇതേപോലെ 2-3 അടി കൊടുക്കും കേട്ടോ. കാരണം അപ്പം മാഗി ഇങ്ങനെ ചതഞ്ഞ് കിട്ടുമല്ലോ, അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ നൂലായിട്ടിരുന്നാൽ അത് കഴിക്കാനും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാ മാഗിയെല്ലാം ഇട്ട് കൊടുത്തു. മാഗിയുടെ കൂടെ കിട്ടുന്ന മസാല എന്താ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ഇളക്കി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. മുട്ട ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മുട്ട ഇട്ട് കൊടുത്തേനെ, പക്ഷേ മുട്ട ഇല്ല, സ്റ്റോക്കില്ല. അപ്പോൾ നമ്മുടെ മാഗി ഇതാ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇക്ക ഇതെല്ലാം കഴിച്ചിട്ട് ഇക്ക പോയി കേട്ടോ. പിന്നെ എനിക്ക് കഴിക്കാനായിട്ട് ഇതാ മധുരക്കിഴങ്ങാണേ. ഇത് റോസ് കളറിലെ മധുരക്കിഴങ്ങാണ് കേട്ടോ. പക്ഷേ നമ്മുടെ മഞ്ഞ മധുരക്കിഴങ്ങ് കൊണ്ടല്ല, അതിൻ്റെ അത്ര മധുരവും ടേസ്റ്റൊന്നും ഇതിനില്ല. എങ്കിലും ഞാൻ എന്താ കഴിച്ച്. അപ്പോൾ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് മുളക് പൊടിയും കുറച്ച് എണ്ണയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇങ്ങനെ ചെറിയൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ട് അത് കഴിക്കാൻ കേട്ടെങ്കിലും സൂപ്പറായിരുന്നേ. പിന്നെ ഇന്ന് എൻ്റെ അനിയത്തിയുടെ മോൾക്ക് ചോറ് കൊടുക്കണം കേട്ടോ. അപ്പോൾ അവൾക്ക് ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ബോ തയ്ച്ച് കൊടുക്കുമെന്ന് അവളിങ്ങനെ ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ബോ തയ്ക്കുവാണേ. അപ്പോൾ ഇത് ഇന്നലെ തയ്ച്ച വീഡിയോ ആണ്, ജസ്റ്റ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം കേട്ടോ. ഒരുപാടൊന്നും ഇട്ട ചെറിയൊരു ക്ലിപ്പ്. അപ്പോൾ അതാ ഒരു വല ടൈപ്പ് ഒരു തുണിയാണ്. ഇതിൻ്റെ പേര് കറക്റ്റ് സത്യം പറഞ്ഞാൽ എനിക്കറിയാൻ വയ്യ. അപ്പോൾ ഇത് ഏകദേശം അവളുടെ ഡ്രസ്സിന് മാച്ച് ആവുന്നുണ്ട്, അത് ഞാൻ എടുത്തു കേട്ടോ. പിന്നെ അതാ നൂലൊക്കെ ചുറ്റി എടുക്കുകയാണ്. ഈ പവർ മെഷീൻ ഞാൻ എപ്പോഴും ഓർക്കും, ഇതിൻ്റെ അടിനൂലുണ്ടല്ലോ അത് കുറച്ച് വലുതായിരുന്നെങ്കിലും ഇത് കൂടെ ഇങ്ങനെ ചുറ്റണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്താ സ്റ്റിച്ച് ചെയ്തൊക്കെ എടുക്കുവാണേ. ഇതിനകത്ത് ഇലാസ്റ്റിക് ഇട്ട് ആ വൈറ്റ് കളർ കാണുന്നുണ്ട്, ഞാൻ കുറച്ച് ലൈനിങ്ങും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ, നമ്മൾ ക്രേപ്പിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതാ കുറച്ച് ഡെക്കറേഷൻ പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അതുപോലെ തന്നെ അതാ ചോറുകൊടുപ്പിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പായസം നമുക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഇവിടെ പായസം കുടിക്കുകയാണ്. അവളെ മൂത്ത മോനാണ് ഈ നിൽക്കുന്നത്. പിന്നെ എൻ്റെ അനിയത്തിയുടെ ഏറ്റവും ഇളയ കുഞ്ഞും ഇവിടെ ഉണ്ട്. അപ്പോൾ അതാ വാപ്പച്ചി എല്ലാവർക്കും പായസം കൊടുക്കുകയാണ് കേട്ടോ. മോന് വേണ്ട, അവൻ കഴിച്ചിട്ട് വന്നുകൊണ്ട് അവന് വേണ്ടാന്ന് പറഞ്ഞു. വാപ്പച്ചിക്ക് ഷുഗറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പായസത്തിലൊരു കോംപ്രമൈസും ഇല്ല, വാപ്പച്ചി കഴിക്കും. അങ്ങനെ നമ്മളതൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ അതായത് ഉച്ചത്തേക്ക് ഞാൻ പറഞ്ഞില്ല ഇക്ക ഇല്ലെന്ന്. അപ്പോൾ ഇക്ക ഇനി വൈകിട്ടേ വരുള്ളൂ. അപ്പോൾ ഇനി ചോറൊന്നും വെക്കുന്നില്ല. മോൾക്ക് ചെറിയ ജലദോഷവും ചുമയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു കഞ്ഞി വെക്കാമെന്ന് ഓർത്ത്. അപ്പോൾ അതാ കഞ്ഞി സെറ്റായിട്ടുണ്ട്. കഞ്ഞി തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ അതിനകത്തോട്ട് തേങ്ങയും ജീരകവും കൂടെ അരച്ചത് ഒഴിച്ചു കൊടുക്കുവാണേ. ഈ കഞ്ഞി നമുക്ക് ജലദോഷവും ചുമയൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ആശ്വാസം കേട്ടോ. ഇത് കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പാരസെറ്റമോളൊക്കെ കഴിക്കുന്നതിൻ്റെ എഫക്റ്റാണ്. ശരീരമൊക്കെ ഒന്ന് വിയർത്ത് ആ പനിയുടെ ക്ഷീണത്തിൽ നിന്നൊക്കെ ഒരു ഉഷാറ് കിട്ടും കേട്ടോ. അപ്പോൾ അതാ കഞ്ഞിയൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ തീയൊക്കെ അണച്ച് നിർത്തി വെക്കുവാണ്. ഇനി ആവശ്യമുള്ളപ്പോൾ കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, പറ്റുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ.